ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനേഷ്. അപ്പം കോട്ടയം സ്റ്റൈലിൽ നല്ല ഒരു ബീഫ് റോസ്റ്റ്, നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് കഴുകി വാലയ്ക്ക് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് കുക്കറിലൊരൽപ്പം മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ചേർത്ത് വേവിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പയിലേക്ക് വെക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ആദ്യമേ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സബോളയല്ല ചേർക്കുന്നത്, ചെറുള്ളിയാണ് ചേർക്കുന്നത്. ബീഫിന് ഉള്ളിയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഫ് ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പം ചെറുള്ളി നന്നായി ചേർത്ത് കൊടുത്ത്, ഞാൻ ഇവിടെ കുറച്ച് ഇറച്ചി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ഉള്ളി ചേർത്തേക്കുന്നത്. അപ്പം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് അല്പം വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അത് എളുപ്പത്തിൽ വഴറ്റാൻ വേണ്ടി നമുക്കതിലേക്ക് ഒരല്പം ഉപ്പും അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് ചേർത്തിട്ട് അല്പം വെളിച്ചെണ്ണയുടെ ഒരു ഇത് ഉണ്ടെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ഏതായാലും അല്പം എണ്ണയും നെയ്യും കൂടി ചേറിയ ബീഫിൻ്റെ ഇത് കാണും. അതൊരല്പം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനെ ഉള്ള എല്ലാ പൊടികളും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അത് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഏറെ ദിവസം ഇത് സൂക്ഷിക്കാം. പിന്നെ നമുക്ക് ഇനി അടുത്ത വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് അല്പം ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷമാണ് ബാക്കി ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അത് ചൂടാക്കുന്നതനുസരിച്ച് നല്ല മൊരിഞ്ഞ്, നല്ല കറുത്ത്, നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു സൂൺ.